മൽബറി അഥവാ പൂച്ചപ്പഴം പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഞാനിവിടെ മൽബറി എന്ന് പറയുക കോമൺ ആയിട്ടുള്ള പേരാണ് മൽബറി. മൽബറിയുടെ ഇലയും കായും ഒരുപോലെ ഉപയോഗമുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അറിയാതെ പോയ കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് മൽബറി, നല്ല പഴുത്ത മൽബറിയാണെങ്കിൽ നമുക്ക് ഷെയ്ക്ക് അടിക്കാം, ജാം ഉണ്ടാക്കാം. കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത് അവർ അറിയാതെ കഴിക്കുമല്ലോ. നമ്മളെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ബ്ലഡ് കുറവുള്ള കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ പ്രതിരോധശേഷി കൂട്ടുവാനും കുഴലുകൾ ക്ലീൻ ആകാനും എന്താ പറയുക, അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ നമ്മൾ ഈ മൽബറി കഴിക്കുന്നത് കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെടുക്കുമ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പ്രാണികളും ഫംഗസുകളൊക്കെ ഈ ഒരു ഇലയിൽ ഉണ്ടാകാറുണ്ട്. നല്ലതുപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ചെറുതായി അരിഞ്ഞത് ഒരു തിളച്ച വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ഇല ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. നമ്മൾക്ക് മൽബറി ഇല കുറച്ചധികം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും മൽബറി ഇല കിട്ടണമെന്നില്ലല്ലോ, എല്ലാവരും വീട്ടിലില്ലല്ലോ. അപ്പോൾ കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഐസ് ക്യൂബ്സ് ആയിട്ട് വെച്ചതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ചു തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ വെയിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച കുടിച്ചതിനെ 2 ദിവസം സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ കുടിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യം ചെയ്യുന്നതും അത്ര നല്ലതല്ല. അടുത്തതായിട്ട് മൽബറി ഇല ഇതുപോലെ അടത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒടിച്ചെടുത്താലും മതി. നമ്മൾ കൂടുതലായിട്ട് വളർന്നിരിക്കുന്ന ഇലകളൊക്കെ ഒടിച്ച് കളയില്ലേ, ആ സമയങ്ങളിൽ നമ്മൾ വളങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചക്കറി വേസ്റ്റും അതുപോലെ നമ്മൾ കൂട്ടിയൊക്കെ വെക്കാറുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ ഈ ഒരു മൽബറി ഇല കൂടി മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ചെടികൾക്ക് ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇലയാണിത്. അപ്പോൾ നമുക്ക് പൂക്കൾ ഉണ്ടാകാത്ത ചെടികളിൽ പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാകാത്ത, നല്ല നമ്മളിപ്പം നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങണ രീതിയിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന വളത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു മൽബറി ഇല കൂടി ചേർത്താൽ കായ്ഫലവും പൂഫലവും നല്ലപോലെ ഉണ്ടാവും. അടുത്തതായിട്ട് കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം. കുറച്ചധികം ഇല ഇടുക. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം വെക്കണമെങ്കിൽ 1 ഗ്ലാസ് ആകുന്നവരെ നല്ലപോലെ തിളപ്പിക്കുക. നമുക്ക് ഈ മൽബറി ഇല കിട്ടുന്ന സമയത്ത് കുറച്ച് ഉണക്കി പൊടിച്ച് വെച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വായിലുണ്ടാവുന്ന വായ്പുണ്ണ് അതുപോലെ തൊണ്ടവേദന ഇവയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഗാർഗിൾ ചെയ്താലും അത് വായിൽ നല്ലപോലെ കൊപ്പിളിച്ചാലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ് കേട്ടോ. ഹോം റെമഡിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കുക കേട്ടോ. കഴുകി തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കണ്ണീച്ചയുടെ ശല്യം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇപ്പോൾ ചൂടായതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഫ്രൂട്ട്സ് ഇപ്പോൾ പഴമൊക്കെ വെച്ചാലും അവിടെ കണ്ണീച്ചയുടെ ശല്യം ഇല്ലാണ്ടിരിക്കാനും അതുപോലെ പെട്ടെന്ന് ചീത്തായി പോകാണ്ടിരിക്കുവാനും ഈ ഇല ഇതുപോലെ ഇടയിലൊന്ന് വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പം തക്കാളിക്ക് വളരെ വിലക്കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത്, അതിൻ്റെ ഉള്ളിൽ ചീഞ്ഞു പോകുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇതുപോലെ കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇലയും അതുപോലെ തന്നെ തക്കാളിയും കഴുകി തുടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഇരുന്നോളും. 1 മാസമോ 2 മാസം ഇരുന്നാലും യാതൊരു കേടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇവയെല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകും നമ്മളിപ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലെ ഈ ഒരു മൽബറിയുടെ ഇല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഇരുന്നോളും. യാതൊരു കേടുപാടോ ചീവോ ഒന്നും വരില്ല കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് മുള വന്നു പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇടയിലാണെങ്കിലും ഈ ഒരു ഇല ഇത് തണ്ടോടുകൂടി തന്നെ ഒന്ന് അതിലുള്ള ചെറിയ പ്രാണികളും അതുപോലെ ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ചെയ്യുക കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് മല്ലിയില ചീഞ്ഞു പോകുക, മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ നമ്മൾ പല ടിപ്സുകളും കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക, അതിൻ്റെ ആ വേര് ഭാഗമൊക്കെ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി തുടച്ച് ഒരു കോട്ടൺ തുണിയിൽ തുടച്ച് ഇതിന് ശേഷം അതിൻ്റെ വേരും മണ്ണും ഒന്നും പാടില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ മൾബറി ഇല ഇടയിൽ നിങ്ങൾ വെച്ച് കൊടുത്താൽ, ഞാൻ ക്ലീൻ ചെയ്യുന്നതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. ഉണങ്ങിപ്പോകുകയോ വാടിപ്പോകുകയോ ചീഞ്ഞു പോകുകയോ ഒന്നുമില്ല. നമ്മളുടെ മല്ലിയിലയും പുതിനയിലയും മാസങ്ങളായാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ്. നമ്മൾ മല്ലിയിലയും പുതിനയിലയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അത് ചീഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെച്ചാലും അത് പെട്ടെന്ന് ചീത്താവില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മൾ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട്, അതുപോലെ വിനാഗിരി ഒഴിച്ച് വെക്കാറുണ്ട്, അങ്ങനെ പല ടിപ്സുകളും കാണിച്ചിട്ടുണ്ട്. ഉപ്പിട്ട് വെക്കാറുണ്ട്. അതൊന്നുമില്ലാതെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത ഫിഷ് ആകട്ടെ എന്തോ ആകട്ടെ നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അടിയിലും മേളിലും ഇതുപോലെ ഒന്ന്, അടിയിൽ വെച്ച ആ ഒരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്, അടിയിലും മേളിലും ഇതുപോലെ ആ ഒരു മൾബറി ഇല നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ചെറുപ്രാണികളെയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ മൂടി നമ്മളുടെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും, ഉണക്കമീൻ്റെ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളവും ഒഴിച്ച് വെക്കേണ്ട, ഉപ്പ് ഇട്ട് വെക്കേണ്ട, വിനാഗിരി ഒഴിച്ച് വെക്കാതെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ മീൻ ഇരിക്കുന്നതാണ്. മീനെന്നല്ല എന്ത് സാധനവും, ഇറച്ചിയാണെങ്കിലും. ഇപ്പം നമ്മൾ ദൂരെയൊക്കെ പോയിട്ട് വരുമ്പം നമ്മൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുമല്ലോ, ആ സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന പാത്രത്തിലേക്ക് കുറച്ച് മൾബറി ഇല ഇട്ട് കൊടുത്തതിന് ശേഷം മീനോ ഇറച്ചി എന്താണോ വെച്ച് കൊടുത്ത് അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മേളിലും താഴെയായിട്ട് മൾബറി ഇല വെച്ച് കൊടുത്തിട്ട് നമ്മൾ കാറിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊന്നും വണ്ടിയിലൊന്നും സ്പ്രെഡ് ആവില്ല കേട്ടോ. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഞാൻ ബീഫാണ് കാണിച്ചു തരുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ബീഫ് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചൊന്നും വെക്കേണ്ട, ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിനൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ച് മൾബറി ഇല വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഉദാഹരണം പറഞ്ഞതാണ്, പല ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ അതിലൊരു ഉപയോഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പുറത്തേക്ക് പോയിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ബീഫ് കാണിച്ചു തന്നെങ്കിലും ചിക്കനിലാണെങ്കിലും മട്ടണിലാണോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. യാതൊരു ബാഡ് ടേസ്റ്റോ അല്ലെങ്കിൽ പഴയ ഇറച്ചിയുടെ ചൊവ്വയോ പഴയ മീനിൻ്റെ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഗുണങ്ങളോ ഒന്നും പോകാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഞാൻ കുറച്ച് മൾബറി ഇല, നല്ല കിളുന്തായിട്ടുള്ള ഇലകൾ എടുക്കുക. അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഈ നമ്മൾ ഇലവർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ലൊരു ഇലവർഗ്ഗമാണ് നമ്മളുടെ ഈ ഒരു മൾബറി ഇല കേട്ടോ. നമുക്ക് മറ്റുള്ള ഇലകളിൽ നിന്നും നമുക്ക് വിറ്റാമിൻസ് മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇതിൽ പ്രോട്ടീൻ കൂടി അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനും കൂടെ അടങ്ങിയിരിക്കുന്ന ഇലയാണ് നമ്മളുടെ മൾബറി ഇല. അപ്പോൾ നമ്മൾ തോരനായിട്ട് വെക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊന്നും അതത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചതച്ചൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ പതിയെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാവുള്ളൂ, കുറേ ഇട്ടൊന്നും വേവിക്കരുത്. കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് കുറച്ച് പച്ച മൾബറിയാണ് ഇട്ട് കൊടുക്കുന്നത്. പഴുത്തത് വേണമെങ്കിൽ നേരിയ മധുരം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇത് നല്ലൊരു പുളി ഉണ്ടാവും, സവാളയുടെ ക്രിസ്പിനെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇലയുടെ പച്ചച്ചൊവ്വ പോകുവാൻ വേണ്ടിയാണ്. ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനേ പാടുള്ളൂ. ഇതൊരു സാലഡായിട്ട് കഴിക്കാം. വളരെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാലഡായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് തോന്നിയാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മസ്റ്റായിട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക. മൾബറിയും മൾബറിയുടെ ഇലയും വെറുതെ നിങ്ങൾ ഇനി കളയരുത്. നിങ്ങൾ ഇത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വളരെ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള പച്ചക്കറികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിൽ നിന്നും പ്രോട്ടീൻ കിട്ടുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.